ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ആക്ച്വലി എൻ്റെ ഫൈനൽ എക്സാമാണ്. അങ്ങനെ എൻ്റെ എക്സാം സീസൺ ഫോർ ദിസ് സെമസ്റ്റർ ഇസ് ഗെറ്റിംഗ് ഡൺ. അപ്പോൾ അപ്പോൾ ഇപ്പോൾ എപ്പോഴും വരും അല്ലേ? അതെന്നറിയോ, നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ മൈൻഡിൽ കിട്ടാത്തപ്പം വിൽ യൂസ് ദ സിമിലർ വേർഡ്സ് ലൈക്ക് അപ്പോൾ, പിന്നെ. ആൻഡ് ഞാനതിൽ വളരെ എക്സ്പേർട്ടാണ്. ഞാനിപ്പോഴും അത് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് എൻ്റെ ഫൈനൽ എക്സാമാണ് കേട്ടോ. ഇന്ന് എനിക്ക് സ്കൂൾ സൈക്കോളജിയാണ് ആക്ച്വലി എക്സാം വരുന്നത്. ആൻഡ് ഞാനിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ബിക്കോസ് ഞാൻ നേരത്തെ എൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് എക്സാം സെൻറ്റർ കിട്ടിയിരിക്കുന്നത് ഭാരത് മാതാ കോളേജിലാണ് ഗൈസ്. ഇറ്റ്സ് ഇൻ തൃക്കാക്കര. ആൻഡ് ഞാൻ ഇൻ ഫൊർക്കൊച്ചിൻ. സോ ഫൊർക്കൊച്ചിൻ ടു തൃക്കാക്കര ഇസ് വെരി എൻജോയ്മെൻറ്റ് ജേർണി. ബ്ലോഗ്സ് ആൻഡ് ബ്ലോഗ്സ് ആൻഡ് ബ്ലോഗ്സ്. ഇഫ് യു നോ ദറ്റ് എടപ്പള്ളി ആൻഡ് വാട്ട് ടു സേ കലൂർ ആൻഡ് എവറിത്തിങ് അറിയാലോ. അടിപൊളിയാണ്. ആൻഡ് നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു യാത്രയാണ്. അയ്യോ, സമയം ലേറ്റായി. എനിക്ക് ആക്ച്വലി ഒരു ലാസ്റ്റ് മിനിറ്റ് റഷ് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എൻ്റെ ലാസ്റ്റ് എക്സാം ബ്ലോഗ്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. കാരണം എക്സാംസ് എല്ലാം തീരും, എൻ്റെ തലവരുത്തിരിക്കും. ആൻഡ് എഗെയിൻ ഇൻ സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ് എനിക്ക് പ്രാക്ടിക്കൽസ് തുടങ്ങും, വൈബ തുടങ്ങും. അത് വേറെ കാര്യം. അതിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. ബിക്കോസ് വളരെ ബുദ്ധിപരമായി നമുക്ക് ചിന്തിച്ച് എക്സാം എഴുതേണ്ട സമയമാണല്ലോ. സോ നമുക്ക് ഫുഡ് കഴിച്ചിട്ടേ ബാക്കി എന്തും ഉള്ളൂ. അപ്പോൾ ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഈ ആ പൂപ്പക്കോലൊക്കെ മാറ്റി ഇച്ചിരി ഐലൈനറൊക്കെ ഇട്ട് ചുന്തിരിയാവാൻ. ഞാൻ അത് ഇടുമ്പോൾ തന്നെ ചുന്തിരിയാണ് കേട്ടോ. പിന്നെ നാച്ചുറൽ ബ്യൂട്ടി ആണല്ലോ നമുക്ക് എല്ലാവർക്കും അടിപൊളി എന്ന് പറയുന്നത്. സോ റെഡി ആവണം. എന്നിട്ട് 11:30 മുന്നേ നമുക്കൊന്നും വിചാരിക്കുന്നു, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 11:30 ഇവിടെ ഇറങ്ങണം. ആൻഡ് നമുക്ക് ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് ബസ് ആക്ച്വലി 11:45 11:50 ആകുമ്പോഴായിരിക്കും വരിക. പക്ഷേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബസ് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാം. നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. ഫുഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത്. അങ്ങനെ ഞാൻ പുട്ടും ചിക്കൻ കറിയുമാണ് കഴിക്കാൻ പോകുന്നത്. പവർ എനർജറ്റിക് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ്. ചിക്കൻ ഇത് കേരള സ്റ്റൈൽ ഫുഡ്. എനർജി ഇത് കാണുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ കഴിച്ചു പറയാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനിയിപ്പം പോകാനുള്ളതൊക്കെ റെഡി ആവാം. യൂഷ്വലി ഞാൻ ഇങ്ങനെ ഇത്രയും ആർഭാടത്തിലൊന്നും അല്ല കേട്ടോ റെഡി ആവാം. ബിക്കോസ് എനിക്ക് അങ്ങനെ ഗേളി തിങ്സ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ലൈക്ക് ഇങ്ങനെ റെഡി ആവണം, അങ്ങനെ റെഡി ആവണം, ഇത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറില്ല. അതെന്തുകൊണ്ടാണ് എനിക്കറിയാൻ പാടില്ല. ഞാൻ പൊതുവെ പെൺപിള്ളേർ ചെയ്യുന്നൊരു കാര്യം ചെയ്യാറില്ല. ഇപ്പം ഞാൻ പൗഡർ ഇട്ടിട്ടുണ്ട്. അതല്ലാതെ ഇനി നിങ്ങൾ നോക്കിക്കോട്ടെ. ഇനി ആദ്യം ഞാൻ ചെയ്യാൻ പോണത് ഐലൈനർ എടുക്കും, ലിപ്സ്റ്റിക് എടുക്കും, പൊട്ട് ഫിനിഷ്. അത് എനിക്ക് അതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അത് എന്തിടണം ഏതിടണം അങ്ങനെയൊന്നും എനിക്ക് അറിയാൻ പാടില്ല. നമ്മുടെ നോക്കിയൊക്കെ റെഡിയാകുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. ബിക്കോസ് എനിക്കതൊന്നും അറിയില്ല. അപ്പം മെനി ഓഫ് ദി യൂട്യൂബേഴ്സ് ആർ ഡൂയിങ് ലൈക്ക് ദറ്റ് ആൻഡ് ഐ എം ക്വൈറ്റ് ഇൻഫ്ലുവൻസ്ഡ്. സോ യെസ്, നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നു. ലിപ്സ്റ്റിക് ഇട്ട് എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഭയങ്കര എനർജി കേട്ടോ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബിഫോർ ഗോയിങ്. എന്താണെങ്കിലും ജോലിയാണെങ്കിലും പഠിക്കാനാണെങ്കിലും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവുക. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാളല്ലായിരുന്നു. ഞാനിതിൻ്റെ ഉള്ളിലൊക്കെ കേട്ടോ. അത് എങ്ങനെ എഴുതണമെന്നൊന്നും എനിക്കറിയില്ല. അതങ്ങനെ പോകും. ആൻഡ് അപ്പം നമ്മൾ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ എല്ലാവരും. ബിക്കോസ് അതൊരു എനർജിയാണ്. ഞാൻ ഇതൊന്നും കഴിക്കാറില്ലായിരുന്നു സ്കൂൾ ടൈമിലൊന്നും. പക്ഷേ ഇപ്പം എനിക്കൊരു മീലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതൊന്നും എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഗ്യാസ്ട്രൽ ഇഷ്യൂസ് വരുന്നുണ്ട് ഗൈസ്. പ്രായമായെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. പണ്ട് അമ്മ കഴിക്കുന്നു പറയുമ്പോഴും വേണ്ടെന്ന് വരും. ഇപ്പം അമ്മ കഴിക്കുന്നു പറയേണ്ട ആവശ്യം വരുന്നില്ല. ഞാനായിട്ട് തന്നെ എടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ അനിയത്തി ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. അത് സ്കൂളിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല. ഷീ സ്കിപ്സ്. അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് മുഷട്ടെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വിട്ട് എന്തെങ്കിലും പാലോ എന്തെങ്കിലും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. സോ ഇനി നമ്മൾ ഐലൈനർ എഴുതും. ഐലൈനർ എഴുതുമ്പം എൻ്റെ മുഖം ഭയങ്കര ക്ലോസ് ആയിട്ട് വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. കൈൻഡ് ഓഫ് കൊക്കച്ചി ഫേസ്. ആരും പേടിക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ മാറ്റിത്തരാം. ഒരു വാലിടാനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. പക്ഷെ അത് നടക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങോട്ട് വരച്ച് കൊടുക്കണം. സി ബോയ്സ്, ഇതൊരു എന്താ പറയുക, ഒരു പെൺകുട്ടികളുടെ റിയൽ സ്ട്രഗിളാണ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹൗസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? മര്യാദ ഇറങ്ങിയാൽ പോരെ എന്ന്. പക്ഷേ ചിലരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ അവർക്ക് ഇത് ആവശ്യമാണ്. ആൻഡ് ചില ആൺകുട്ടികൾക്കും അവരുടെ എന്താ പറയുക ഉള്ളിലുള്ള ആത്മീയ സൗന്ദര്യമല്ല വേണ്ടത്, പുറമെയുള്ള സൗന്ദര്യമാണ്. അപ്പോൾ ചോദിക്കും, ചേച്ചി ആരെ കാണിക്കാനാണ് ഈ വയസ്സാം കാലത്ത് ഇതൊക്കെ കൊണ്ടുപോകുന്നത്? വയസ്സാകുമ്പോൾ ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എനിക്കത്ര വയസ്സൊന്നും ആയില്ല കേട്ടോ. ഞാനിങ്ങനെ കൊളോക്കി പറഞ്ഞതാണ്. അപ്പം ഏജ് ആകുമ്പോൾ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും കാണിക്കാൻ വേണ്ടി ആവില്ല. നമുക്ക് നമ്മളെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കെട്ടി ഒരുങ്ങി നടക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഹസ്ബൻഡുള്ളവർക്ക് ഹസ്ബൻഡിനെ കാണിക്കാമല്ലോ. സി ഇതൊരു എൻജോയ്മെൻ്റ് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും എൻ്റെ കൊച്ചു കുട്ടിയെ പോലെ തന്നെ. കാരണം ഇത് ഇത്രയല്ല കേട്ടോ എൻ്റെ മുടി. സി മാജിക്. എനിക്ക് ആക്ച്വലി കുറച്ച് നീളമുള്ള മുടിയാണ്.
ഒരു 1 year ആയി വെട്ടാതെ കൊണ്ടു കിടക്കുന്നു. ബിക്കോസ് വെട്ടാതെ തന്നെ മുടി ഊരി പോകുന്നുണ്ട്. ഇനി എന്തിനും നമ്മൾ വെട്ടി കാശ് കളയണം? വെട്ടാതെ തന്നെ മുടി. ഇനി നമ്മൾ ചെയ്യാനുള്ളത് സിമ്പിൾ പരിപാടി. മുടി എങ്ങനെ കെട്ടും എന്ന് ആലോചിക്കുക. എല്ലാ സ്റ്റൈലും പരീക്ഷിച്ച് നോക്കിയിട്ട് നമ്മൾ അവസാനം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ ക്ലിപ്പ് എടുക്കുക, ഇവിടെ കുത്തുക, ഫിനിഷ്ഡ്. അത്രേ ഉള്ളൂ. ഞാൻ അത്രേ ചെയ്യും. എൻ്റെ ഫേസ് ഭയങ്കര ഒരു ഓവൽ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കോലം ഫേസ് എന്നാണ് ഞാൻ പറയാറ്. ബിക്കോസ് എൻ്റെ ഫേസ് ആണ് ഞാൻ. നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അതാണ് പ്രധാനം. ഒരു ഗേൾ ആണെന്നുണ്ടെങ്കിലും ഐ എം നോട്ട് യൂസ് ടു ഗേളി തിങ്സ്. ഒരു പരിധി വരെ ഞാനൊരു ടോംബോയ് ആയിട്ട് ജീവിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്കത് മാച്ച് ആവില്ല, അല്ലെങ്കിൽ സൂട്ട് ആവില്ല, നമുക്ക് അറിയില്ലാത്ത പരിപാടിക്ക് നമ്മൾ നിൽക്കരുതല്ലോ. അപ്പോൾ മിനിമലായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു ലിപ്സ്റ്റിക്ക് നമ്മൾ കണ്ണെഴുത്തും അതിൽ നിർത്തുകയാണ്. ഞാനതാ ചെയ്യാം. അപ്പോൾ കഥാപ്രസംഗം നടത്തി നേരം വരെ ഞാൻ അറിഞ്ഞില്ല. മണി 11 കഴിഞ്ഞു. നമുക്ക് ഹോൾ ടിക്കറ്റ് എടുത്ത് വെച്ച് ID കാർഡൊക്കെ എടുത്ത് വെച്ച് പരീക്ഷ എഴുതാം. ഇന്ന് എൻ്റെ ലാസ്റ്റ് പരീക്ഷയാണ് ഗൈസ്. പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴത്തേനും എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാനൊന്നും ചെയ്യും. ഒരു മിഠായെങ്കിലും എനിക്ക് മേടിച്ച് കൊടുക്കണം. എനിക്ക് പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ ക്ഷീണിച്ച് വരവേ. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫേവറേറ്റ് കോർണറാണ് ഇൻ മൈ റൂം. ബിക്കോസ് ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുടെ എല്ലാവരുടെയും മറ്റേ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ട് ഫേമസ് പാട്ടുകളും അതുപോലത്തെ കുറേ സാധനങ്ങൾ. ആൻഡ് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലൊക്കെ കിട്ടും. കിട്ടണം ഓഫ്കോഴ്സ് കിട്ടണം. അപ്പാർട്ട് ഫ്രം ദ ഫാനിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് എൻ്റെ മധുരമായ സൗണ്ട് കേൾക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫാൻ ഇടാൻ നമുക്കിപ്പോൾ നിൽക്കാൻ പറ്റില്ല. മഴക്കാലമാണെങ്കിലും ചൂടാണടേ, ചൂട്. എല്ലാം നമുക്ക് ശരിയാക്കാം. വഴി ശരിയാക്കാം. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലെ ചപ്പാത്തി പോലെ ആക്കി വെക്കും ഞാൻ എൻ്റെ മുടി. ഒരു രസം. അപ്പം ഇതേപോലെ ഒരു മത്തങ്ങ ഫേസ് ആയിരിക്കും പിന്നെ വരുന്നത്. അപ്പോൾ ആക്ച്വലി ടൈം ഇപ്പം 11 ആയിട്ടുള്ളൂ. ആൻഡ് എനിക്ക് 11:30 ആകുമ്പോഴത്തേനും ഇറങ്ങിയാൽ മതി. ബിക്കോസ് ബസ് സ്റ്റോപ്പിൽ പോയി കുറേ നേരം നിൽക്കേണ്ടി വരും. പിന്നെ ഇന്ന് ഞാൻ പുറത്തിറങ്ങുന്നത് പ്രമാണിച്ച് മഴയുണ്ട് ഗൈസ്. ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പഠിക്കാനുള്ളതൊക്കെ ഒന്നും കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് എവറിത്തിങ് ഇസ് ഫിറ്റ് ആൻഡ് ഫൈൻ. ഇനി നമുക്ക് പോവാം, പരീക്ഷ എഴുതാ, തിരിച്ചു വരിക. എക്സാം സീസൺ തീർന്നതിൻ്റെ ഒരു ആഹ്ലാദവും സന്തോഷവും ഉണ്ടാവും. അപ്പം അത്രയേ ഉള്ളൂ എന്നല്ല, ഇനി എക്സാം കഴിഞ്ഞിട്ടൊക്കെ കാണാമല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ, നിങ്ങളിത് വെറുതെ കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല. ഓക്കെ, എനിക്ക് കുറച്ചും കൂടെ എൻകറേജ്മെൻ്റ് ഒക്കെ വേണം. അത് ആർക്കാണെങ്കിലും നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലതല്ലേ അതൊക്കെ? എന്നിട്ട് സബ്സ്ക്രൈബും ചെയ്താൽ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി കഴിയുമ്പോൾ എല്ലാവർക്കും സന്തോഷം വരും. പക്ഷെ സത്യമായിട്ടും പ്രത്യേകിച്ച് എനിക്ക് നല്ല സന്തോഷം വരും. നിങ്ങൾക്കും ഞാൻ സന്തോഷം തരാം, പേടിക്കണ്ട. ഓക്കെ, എന്നാൽ കഴിയുന്ന വിധം ഞാൻ നിങ്ങളെല്ലാവരും ഭ്രാന്താക്കിയിരിക്കും. ഓഫ് കോഴ്സ് ഐ ഗ്യാരണ്ടി ഇറ്റ്. ട്രസ്റ്റ് മീ. സബ്സ്ക്രൈബ് ചെയ്യണം, ഇന്ന് തന്നെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ പോയി കുത്തുക, ആ സൈഡിലുള്ള ബെല്ലൈക്കനും അമർത്തുക. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അങ്ങനെ ചെയ്തേക്കുക. ഞാൻ വളർന്നു വരും, ഞാൻ നല്ലൊരു കുട്ടിയാണ്. നിങ്ങളെ പേടിക്കണ്ട, ഞാൻ അടിപൊളി ആയിക്കോളും. സത്യമായിട്ട് ചെയ്യണം കേട്ടോ, ചെയ്യാതിരിക്കരുത്. ഇനിയിപ്പം ബസ്സിൽ കയറിയിട്ട് സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഐ ഷോ യു ഒന്നും ഉണ്ടാവില്ല. ബസ്സിൽ ഇങ്ങനെ ഇരിക്കണതും അങ്ങടും ഇങ്ങടും പോണതും ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ കാണാത്ത വഴിയിലാണ്. എന്നാലും ഞാൻ നല്ലത് വല്ല എന്തൊക്കെ കാണിച്ചു തരാം. ചില സമയത്ത് ബസ്സിൽ മഴയാണെന്നുണ്ടെങ്കിൽ അവർ ഷട്ടർ ഇട്ട് കളയും, അല്ലെങ്കിൽ ഗ്ലാസ് ഇട്ട് കളയും. ഒന്നും കാണിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് എക്സാമിന് പോയി നല്ല കുട്ടിയായി പരീക്ഷ എഴുതി തിരിച്ചു വരാം. പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. വേറെ എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം. പേടിക്കണ്ട, പോയിട്ട് വരാം. ഹായ് ഗായ്സ്, ഐ ആം ബാക്ക്. ഞാനപ്പം എക്സാം കഴിഞ്ഞ് വീട്ടിൽ ഇപ്പോൾ തിരിച്ചെത്തിയതേ ഉള്ളൂ. ടൈം ഇസ് ലൈക്ക് 5:35-45 സംതിങ്. അപ്പോൾ 5:45. ബിക്കോസ് ബസ്സെല്ലാം കിട്ടിയത് നേരെ ഉൾട്ടായിരുന്നു. യൂഷ്വൽ കിട്ടുന്ന ബസ് കിട്ടിയില്ല. അത് ഇവിടുന്ന് പോയപ്പോഴും ആക്ച്വലി അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ആൻഡ് എക്സാം എല്ലാം അടിപൊളിയായിരുന്നു. ഫൈനൽ എക്സാം വാസ് കിടു. ആൻഡ് ഇനിയിപ്പം റെസ്റ്റ് എടുക്കുന്നത് 2 ദിവസം എന്ന് വിചാരിക്കും. നടക്കുമെന്നറിയില്ല. സമാധാനമായി ഇപ്പം. എൻ്റെ അമ്മ 14 എക്സാംസ് ഓൾ ഇൻ വൺ സ്ട്രെച്ച്. 1.5 മാസമായി ഞാനിതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി എനിക്ക് സുഖമായിട്ട് നടക്കും. ആൻഡ് ഇനിയിപ്പം ഫ്രഷായിട്ട് ചായ കുടിക്കണം, എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ലാസ്റ്റ് എക്സാം. ആൻഡ് അല്ല, ലാസ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഈ സെമ്മിൻ്റെ ആണ് കേട്ടോ. ഇനി അടുത്ത സെമ്മിൽ എക്സാമിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ ഓക്കെ ബൈ. ശരിയായില്ല അല്ലേ? അപ്പോൾ ഓക്കെ ബൈ.